വടക്കുന്നാരോ വരുന്ന ടീച്ചർ പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. പണ്ഡിതന്മാരല്ലേ, അന്വേഷിച്ചൊക്കെ ആൾക്കാർ വരും. പണ്ഡിതൻ ഇനി എന്റെ ആട്ടത്തെ കുറിച്ച് കേട്ടിട്ടെങ്ങാനും ആണോ ആവോ. നീ എന്നെ ഇങ്ങനെ അങ്ങ് സങ്കടപ്പെടുത്തല്ലേ. അതെ, ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. ഒന്ന് ഉത്സാഹിക്ക. പിന്നെ ഞാനോട് ഉത്സാഹിച്ചോണ്ടിരിക്കല്ലേ. അയ്യേ, ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങളോ? ഹരി, எனக்கொரு ஆசை இருக்கு. என்ன? எனக்கு ஒரு குழந்தை தருமா? குழந்தை? அதென்ன இப்ப? சுவாமி சொல்லியாச்சு, ഒരു കുഴந்தை വരുമ്പോൾ എല്ലാം ശരിയായിടും. ഇന്നലെ വരാൻ പറ്റിയില്ല. തേരോട്ടം ഇങ്ങ് വരികയല്ലേ. കൊടിയേറ്റം അടുത്ത വാരം. தெரியும் தெரியும். அதுக்கு முன்னாடி கொண்டு வாங்க. ஆமா. அம்மா இங்க வாங்கோ. ஆ போங்க. சரி. சீக்கிரம் வாங்க. நான் வரேன். கோத்தாத. அம்மாளே இங்க வாங்கோ. இது பாருங்க. என்னது? അമ്മാൾ ഇത് കേൾക്ക്. സംസ്കൃതി പുരസ്കാരം മലയാളിക്ക്. ഇന്ത്യൻ ട്രൈബൽ സംഗീതത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് മലയാളിയായ ഹരിനാരായണൻ അർഹനായത്. ഫോട്ടോ ഒക്കെ ഉണ്ട്. தெரியுமா, ആ പാടുന്നത് സ്വാമികളാ, ദേവനാരായണ സ്വാമികൾ, മംഗലത്തെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എന്നാ? ഈ സ്വാമികളുടെ കച്ചേരിക്കൊപ്പം ഒന്നിരുന്ന് വായിക്കണം. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ബാക്കി. கடவுளே, அப்படி சொல்லாதுங்க. அது கேட்கறதுக்கே எனக்கு பயமா இருக்கு. എന്നാച്ചമ്മാളെ, ഇയാളെ தெரியுமா? தெரியுமே. ഇത് മംഗളത്തെ സ്വാമികളുടെ മകനാക്കും. கௌசல்யா, எனக்கு இந்த ஆளை கொஞ்சம் பார்க்கணும். சுவாமிகளை பார்க்க முடியல. எப்படி? ഈ പട്ടൊരാളെങ്ങനെ അറിയോ? നോയാർ, വലിയ സംസ്കൃതി അവാർഡ് കിട്ടിയ ആളല്ലേ. ഹി മസ്റ്റ് ബി ഇൻട്രസ്റ്റിംഗ്, മേ ബി ഫണി. റിയലി? നിങ്ങൾക്കറിയാലോ, എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഈ പ്രോജക്റ്റ്. ഓ യെസ്. മിസ്റ്റർ ജോൺ, BBC-ലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ, എന്നോട് ഹിന്റ് ചെയ്തിരുന്നു, ജെനറ്റിക്സിനെ അന്വേഷിച്ച് പോകുമ്പോൾ ആദ്യം തിരയേണ്ടത് മ്യൂസിക്കിനെയാണെന്ന്. ഗോത്തിക് കൾച്ചറുള്ള ആദിമ മനുഷ്യന്റെ ആദ്യത്തെ ടെൻഷൻ റിലാക്സിംഗ് വെപ്പൺ എന്താണെന്ന് അറിയാമോ മക്കളെ? അവന്റെ മ്യൂസിക്. അപ്പൊ അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. നിർത്തണം. യെസ്, ബട്ട് വിൽ ഡു ഇറ്റ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. വാങ്ങോ. Wow, beautiful. It's really interesting. Come on here. ये कौन है? I'm sorry. Hindi. Da. चूतिया आदमी.
എന്തുവാടാ? ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ബിൽഡിംഗ് ആണല്ലോ ഇത്. അധികമൊന്നുമില്ല, ഒരു 100-150 വർഷം പഴക്കം, അത്രേ ഉള്ളൂ. അപ്പ അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു, മംഗലത്ത് ദേവനാരായണ ഭാഗവത. Yes, I've heard a lot. Great Carnatic musician. സൂക്ഷിച്ച്. Okay. സാലെ പട്ടർ സാല. അലൈപായുദേ കണ്ണാ എൻ മനം എൻ്റെ ഭാര്യയായിരിക്കും പാടുന്നത്. ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുദേ. സത്യഭാമേ, കോമം അവളുടെ ഒരു വേഷം പടുതി. അയ്യേ, പെണ്ണുങ്ങൾ ബീഡി വലിക്കൂ. ഷോർട്ടിടാ, അതൊരു ഹരിയേട്ടനോ. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തരുന്ന പണവും എനിക്ക് പ്രശ്നമല്ല. പിന്നെ ശരിക്കുണ്ടല്ലോ. പിന്നെ ഈ പണം കൊണ്ട് തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചാ അതൊന്നും നടക്കില്ല. എന്നാര് പറഞ്ഞു? ഇത് അവൾക്ക് കൊടുക്കാം. ഞാൻ ആരോ മോള്. തറയിലിട്ട് കുച്ചിപ്പുടി കളിക്കാ വേണ്ടത്. ആ പിന്നെ പോട്ടെ. ഹരി, It's very old, അല്ലേ? But it's nice. ചായ. സാല. Thank you. അച്ഛമാലെ സത്യഭാമ. സൂപ്പർ. ഇതും നല്ലൊരു റിസർച്ച് വർക്ക് ആണല്ലോ. ഒലിപ്പിക്കണല്ലോ. പോയി. സോ മിസ്റ്റർ ഹരി, ഇതെൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ILF മ്യൂസിക് തെറാപ്പി സെന്റർ, ഒരു ഫ്രഞ്ച് കൊളാബറേഷൻ. ആക്ച്വലി ഹരി കാണാത്ത ഒരു ആസ്പെക്ട് ഹരിയുടെ റിസർച്ച് വർക്കിനുണ്ട്. നിങ്ങളുടെ ട്രൈബൽ മ്യൂസിക് റിലാക്സിംഗ് തെറാപ്പിക്ക് ഒരു ബെസ്റ്റ് മെഡിസിൻ ആയിരിക്കും. സോ മിസ്റ്റർ ഹരി, വാട്ട് ഐ മെന്റ് ഇസ് ഈ റിസർച്ച് വർക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും. അതിന് സംഗീതം ഒരു വിൽപ്പനച്ചരക്കല്ലല്ലോ. ഞാനും കുറേ ഇതിന്റെ പിന്നാലെ ഓടിയിട്ടുള്ളതാ. ആന്റണിയോ സാൽവിയുടെ മാസ് ഓഫ് ഡെത്ത് സിംഫണിയാ, കേട്ടിട്ടുണ്ടോ? അമത്യോസ് എന്ന ചലച്ചിത്രത്തിന്റെ സംഗീതമാണത്. പക്ഷെ ഗീന, നിന്റെ ഒരു സിംഫണിക്കും പുല്ലാങ്കുഴലിന്റെയോ സരോദന്റെയോ നാദഗോപുരങ്ങളെ ഭേദിക്കാനാവില്ല. ഞാൻ മ്യൂസിക്കിന്റെ സയൻസ് ആണ് സംസാരിക്കുന്നത്, അല്ലാതെ വൈകാരികതയല്ല. ഈ എല്ലാത്തിനും ഒരു ലോജിക്കിന്റെ ചട്ടക്കൂടിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നത് നീ മഠയാണ്. സംഗീതം അതെന്നും അത് യുക്തികൾക്കും അപ്പുറമാണ്. കിന, നീ തിരുവയ്യാറ് പോയിട്ടുണ്ടോ? കാവേരിയുടെ ജലതീരത്ത് നിനക്ക് ചെറിയൊരു കോവിൽ കാണാം. ആരുടേതാണെന്ന് തെരിയുമാ? ത്യാഗരാജസ്വാമികളുടേത്. അങ്ക നിൽക്കുമ്പോ നീ ഒരു രാഗവും താളവും അറിയണ്ട. പാര്, അങ്ക മനസ്സറിഞ്ഞൊന്ന് തൊഴുതു നിന്നാ പോതും. കാവേരിയുടെ ഓളങ്ങളിൽ നിനക്ക് കച്ചബൈ വീണയുടെ നാദം കേൾക്കാം. സപ്തസ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങൾ നിന്റെ ആത്മാവിലേക്ക് അഗ്നിയായി പടർന്നു കയറുന്നത് നിനക്ക് തിരിച്ചറിയാം. അവിടെ എന്നമ്മാ സയൻസ്? യെസ്, ഇങ്ങനെ ഒരാളെയാണ് ഞാൻ തേടി നടന്നത്. പ്ലീസ് എന്നെ നിരാശപ്പെടുത്തരുത് ഹരി. ഈ പ്രോജക്റ്റ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഒരു പാർട്ട്ണറായിട്ട്.
நிறுத்துங்க. எத்தனை வாட்டி தான் சொல்றது? வீட்ல இருந்து வீடி பலிക്കാൻ பாரல ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. നശിപ്പിക്കാനായിട്ട് ഓരോന്ന് വന്നോളൂ. മன்னிச்சிடுங்க. അവന്റെ നിപ്പം പാവം കണ്ടാ മതി. ഹേ ബാവുൾ ഗായക, നീ പ്രണയത്തെക്കുറിച്ചും പ്രണയിനിയെക്കുറിച്ചുമൊക്കെ ഇത്ര പാട്ട് പാടിയിട്ടും എന്തേ നിന്നെ മാത്രം ആരും പ്രണയിച്ചില്ല? ഉറങ്ങാ കള്ളി. സത്യഭാമേ, സത്യഭാമേ, അവരെല്ലാം എങ്ക? போடா போ. அப்பாவும் அம்மாவும் எல்லாரும் விட்டு நான் உங்க கூட வந்து இல்லையா? இத்தனை நாள் உங்களுக்கு வேளா வேலைக்கு ஆகாரம் தந்து கவனிக்கவில்லையாண்ணா? ஏன் என்ன இவ்வளவு அவஸ்தைப்படுத்துற? பாமா, கடவுளே, சத்து போயிட்டு பாருங்க. பாமா, நீ என்ன புரிஞ்சுக்கோ. ஒன்னும் இல்ல. ചൂട് തെറ്റൊരു ആട്ടക്കാരിയുടെ ജീവിതം തുറന്നു പോയി കണ്ടോളാം ഞാനിതിന്. ബാമ,
ഹേയ് മാമ പിന്നെ അവരൊക്കെ ഞാൻ രാവിലെ തന്നെ പറഞ്ഞു വിട്ടു. കൗസല്യ ഇത് വെച്ചോ, ചെലവ് കിടക്കല. എന്തൊരുക്കന്റെ ദൈവമാളെ. ഈ കൗസല്യ എന്താ സംബന്ധത്തിന് പോവാ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. ഹരിനാരായൺ എന്നൊരാള് നവരാത്രി സംഗീതോത്സവത്തിന് വരുന്നുണ്ടെന്ന് കേട്ടു. ആ ആള് തന്നെയാണോ ഈ ആള് എന്നെനിക്കറിയില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആ ഇപ്പൊ അങ്ങനെ ആയോ? നീ പോടച്ചക്ക. അമ്മാള് വരൂ. അമ്മോളെ വാ. അമ്മാളെവിടെ? എവിടെ? വാ. അമ്മാളെ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുതെന്ന്. അതിപ്പോ കൗസല്യയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല, ആള് വന്നില്ല. അമ്മാളെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്നാളും കൂടെയുള്ള യാത്ര ശരിയാവില്ല എന്ന്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. നല്ല കുശാലായിട്ട് ചാപ്പാടടിച്ചിട്ട് അങ്ങോട്ട് പോവാ, അത്ര തന്നെ. അതേ ഉള്ളൂ ചിന്ത. ഈ കഴിക്കുന്നൊക്കെ എവിടേക്കാ പോകുന്നതാവോ? ഉറങ്ങുവത് പോതും രാക്കാട്. എന്താടാ ചെക്ക, ഇന്ന് നിനക്ക് ചാക്കാലൊന്നും ഇല്ലേ? അറിഞ്ഞോ ദേവമാളെ? എന്ത്? നമ്മുടെ മാർത്താണ്ഡനെ. എന്താ മാർത്താണ്ഡന്? നമ്മുടെ ഭ്രാന്തൻ മാർത്താണ്ഡനെ കുതിരവട്ടത്തോണ്ട് ഇന്നലെ ചങ്കലയും പൊട്ടിച്ചോണ്ട് ഓടിയതാ. കടവത്തിട്ട് എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ച്. അയ്യോ, എനിക്ക് വയ്യ. நான் இனி எப்படி தூங்குவோங்க கௌசல்யா? അമ്മാള് കിടന്നില്ലേ? എന്താ അമ്മാളെ?
நானும் சத்து போடுமா கௌசல்யா.